നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. PNC മാക്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. നമ്മൾ ആ അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കുട്ടികൾക്ക് ഓരോ കോളേജിലും കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അതിൽ ഓരോ കോളേജിലെ കുട്ടികളുടെ പേര്, അതിന് അടിസ്ഥാനമായിട്ട് അവർക്ക് റാങ്ക്, മാർക്ക് ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ശരാശരി നമ്മൾ എല്ലാ കോളേജുകളിലും നമ്മളിങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ രണ്ടാം ഘട്ടം അലോട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നതും മൂന്നാം ഘട്ടം തേർഡ് അലോട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറച്ച് കുട്ടികൾക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് പരിശോധിച്ച് കഴിയുമ്പോൾ ഓരോ കോളേജിലും അലോട്ടഡ് ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം ചില കോളേജിൽ വളരെ കുറവാണ്, ചില കോളേജിൽ കൂടുതലാണ്. ഡിപ്പെൻഡിങ് ആ സീറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം നിലവിൽ 420 എന്ന് പറയുന്ന ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിലവിൽ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ ആ സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും കുറേ വിദ്യാർത്ഥികൾക്ക് കിട്ടിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വിശദമായിട്ട് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടില്ല. 419, 417, 416, 418, 415 അങ്ങനെ ബിലോ 420 നിൽക്കുന്ന കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ വരാൻ പോകുന്ന ഇനി അടുത്ത ഒരു അലോട്ട്മെൻറ്റും കൂടെ മാത്രമേ ഇനി PNC മാർക്ക് അവശേഷിക്കുന്നത്. ആ അവശേഷിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഫില്ലാവാൻ സാധിക്കുന്നുള്ളൂ. ആ കോളേജിൽ ഇനി എത്ര സീറ്റുകൾ ഉണ്ടാവും, ഒരു കോളേജിൽ എത്ര സീറ്റുകളാണ് നമുക്ക് ഈ PNC മാക്കിൽ അലോക്കേഷൻ നടത്തുന്നത്, അതിൽ എത്ര കുട്ടികൾ നിലവിലായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. നമുക്ക് അലോട്ട്മെൻറ്റ് വഴി കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നതും ടോട്ടൽ സീറ്റുകളുടെയും ഇനി എത്ര സീറ്റ് ബാലൻസ് ഉള്ളതിനെ പറ്റി പരിശോധിക്കാം. ജസ്റ്റ് നമുക്ക് പരിശോധിക്കുമ്പോൾ LBS അലോട്ട്മെൻറ്റിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന, നമുക്ക് ഉദാഹരണമായിട്ട് PNC മാക്കിൻ്റെ അകത്ത് തന്നെ അൽമാസ് കോളേജ്, ഏറ്റവും ആദ്യം കിടക്കുന്ന അൽമാസ് കോളേജ് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അതിൽ പരിശോധിക്കുമ്പോൾ LBSൻ്റെ അകത്ത് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ എണ്ണം, അതിൽ കുട്ടികളുടെ പേരുണ്ട്, സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്, അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്, ഇൻഡെക്സ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് 30 കുട്ടികളാണ് നമുക്ക് അൽമാസ് കോളേജിൻ്റെ അകത്ത് അലോക്കേറ്റഡ് ആയിട്ടുള്ള കാണുന്നത്. ഓക്കെ, അത് നമുക്ക് LBS അലോട്ട്മെൻ്റ് ആണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നമുക്ക് അൽഷിഫ കോളേജിൻ്റെ അകത്ത് നമുക്ക് നോക്കി കഴിയുമ്പോഴത്തേനും എക്സാമ്പിളാണ്. നമുക്ക് LBS അലോട്ട്മെൻറ്റിൻ്റെ അകത്ത് ടോട്ടൽ അലോക്കേഷൻ വന്നിരിക്കുന്നത് ഏകദേശം നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും ടോട്ടലി നമുക്ക് 45 കുട്ടികൾ അൽഷിഫയിൽ ജോയിൻ ചെയ്തതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് പിന്നെ പരിശോധിക്കാൻ പറ്റുന്ന അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു കോളേജും കൂടെ നമുക്ക് നോക്കാം. അനന്തപുരി കോളേജ്, ട്രിവാൻഡ്രം. അവിടെ നമുക്ക് എത്ര കുട്ടികൾ LBSൻ്റെ അകത്ത് ഇത് കാണാൻ പറ്റും. അത് നമുക്ക് നോക്കി കഴിയുമ്പോഴത്തേനും സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും നിലവിൽ ഏകദേശം ഇപ്പം കുട്ടികളുടെ പേരും അതുപോലെ ഇതിൽ നമുക്ക് 30 കുട്ടികളെ നമുക്ക് അലോക്കേറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അർച്ചന ഹോസ്പിറ്റലിൻ്റെയും കൂടെ നമുക്കൊന്നും കൂടെ നോക്കാം. അർച്ചന ഹോസ്പിറ്റലിൽ എത്ര കുട്ടികൾ ആയിട്ടുണ്ടെന്നുള്ളത് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പം നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ 25 കുട്ടികൾ ആയത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് അസീസിയ കോളേജ് മിയന്നൂറിൽ നമുക്ക് LBS വഴി കുട്ടികളെ അലോക്കേറ്റ് ചെയ്തേക്കുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 25 കുട്ടികൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അൽമാസ് തന്നെ എടുത്ത് വയ്ക്കാം. അൽമാസ് കോളേജിൽ നമുക്ക് ടോട്ടൽ നോക്കുമ്പം 60 സീറ്റാണ് ടോട്ടൽ ഇൻടേക്ക് ഉള്ളത്. അതിൻ്റെ അകത്ത് 60 സീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. 60 സീറ്റിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ 30 സീറ്റ് LBSൻ്റെ അകത്ത് പോയിട്ടുണ്ട്. PNC മാക്കിൽ ആദ്യഘട്ട അലോട്ട്മെൻറ്റിൻ്റെ അകത്ത് നോക്കി ക്രോസ് ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് 16 പേരെ അലോക്കേറ്റഡ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഈ സെയിം കോളേജ് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് 16 പേരോളം ഏകദേശം നമുക്ക് കിട്ടിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ അകത്ത് കിട്ടിയതായിട്ട് നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പം ഇതേപോലെ 448 ഇൻഡെക്സ് മുതൽ നമുക്ക് കോളേജിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ 448 കിട്ടി തുടങ്ങിയത്. അത് നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പം 21 പേരെ കിട്ടിയതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ ഏകദേശം കോളേജിലെ സീറ്റ് ഫില്ലായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഉദാഹരണത്തിന് എടുത്തതാണ്. ടോട്ടലി ഓൾമോസ്റ്റ്
ഈ തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ശരാശരി PNC മാക്കിൽ നിൽക്കുന്ന എല്ലാ കോളേജുകളും സീറ്റ് ഓൾമോസ്റ്റ് ഫില്ലിങ്ങിൻ്റെ കണ്ടീഷനിൽ നിൽക്കുവാണ്. ഇനി നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ വരാൻ സാധിക്കുന്നത് പ്രെഡിക്റ്റഡ് ആയിട്ടും വരാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ വിളിച്ചിരിക്കുന്ന 420 റേഞ്ച് ഇൻഡെക്സ് ഉള്ള കുട്ടികളെയാണ് വിളിച്ചിരിക്കുന്നത്. ഇനി നിലവിൽ PNC മാക്കിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അവർ നിലവിലുള്ള ഇൻഡെക്സ് മാർക്ക് വെച്ച് നെക്സ്റ്റ് വരാൻ പോകുന്ന 4ാമത്തെ ഫൈനൽ അലോട്ട്മെൻറ്റ് ആൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു തരാം. അതുപോലെ തന്നെ നിലവിൽ കിട്ടാൻ സാഹചര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് ബേസ് ഫീസിൽ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ഫീസിൽ BSc നഴ്സിംഗ് പഠിക്കാനുള്ള അവസരമുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.